നമസ്കാരം. ഞാൻ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വാർത്ത കണ്ടു. ദേശാഭിമാനിയാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിഷുക്കൈനീട്ടം, കേന്ദ്രത്തിന്റെ വക വിഷുക്കൈനീട്ടം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹെഡിങ്ങിലാണ് ഈ പോസ്റ്ററൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് കയറ്റുമതി തീരുവ പെട്രോളിന്റെയും ഡീസലിന്റെയും വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചു കേന്ദ്രം എന്നാണ്. അപ്പൊ ഇത് വായിക്കുന്ന ഏതൊരു സാധാരണക്കാരനും സാമാന്യ ബുദ്ധിക്ക് വെച്ചിട്ട് തോന്നുക നമ്മുടെ നാട്ടിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിന്റെ അടിയിൽ ആന്റി BJP ആയിട്ടുള്ള ആൾക്കാർ, ഒട്ടനവധി ആൾക്കാർ കമന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. മറ്റേ ഇലക്ഷൻ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ എന്താ, ഇനി വർദ്ധിപ്പിക്കാമല്ലോ, ഇതൊക്കെ മോഡിയുടെ തന്ത്രമാണ്, അപ്പടിയാണ് ഇപ്പടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും വരാവുന്ന രീതിയിലുള്ള കമന്റുകളുടെ ഒരു പ്രളയം അതിന്റെ താഴെ കണ്ടു. പിന്നെ കുറച്ചും കൂടിയും സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ റിപ്പോർട്ടറും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ റിപ്പോർട്ടർ എന്നൊക്കെ പറഞ്ഞാൽ ദേശാഭിമാനിയുടെ വലിയമ്മ ചെറിയമ്മ മക്കളായിട്ട് വരുമല്ലോ, കൈരളി റിപ്പോർട്ടർ, ദേശാഭിമാനിയൊക്കെ. അപ്പൊ വേറെയും 1-2 ചാനലുകൾ ഇത് റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു. അപ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം, നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനും ഒരു കുത്തിത്തിരിപ്പ് ക്രിയേറ്റ് ചെയ്യാനും മോഡിക്കെതിരെ ഒരു വാർത്തയായിട്ടാണ് ഇത് കൊടുത്തതെങ്കിൽ യഥാർത്ഥത്തിൽ അവർ വെച്ചിരിക്കുന്ന ആ ക്യാപ്ഷൻ അർത്ഥവത്തായി എന്നാണ് എന്റെ അഭിപ്രായം. അതൊരു വിഷുക്കൈനീട്ടമാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. കയറ്റുമതി എന്താ, ഇറക്കുമതി എന്താ എന്ന് പോലും അറിയാത്ത മണ്ടന്മാരെ പിടിച്ച് ഈ മറ്റേ ന്യൂസ് ഡെസ്കിലൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ ഇതുപോലത്തെ പോസ്റ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് അവരിങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. നോക്കൂ, ഇന്ത്യ എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ കാര്യമായിട്ടില്ലാത്ത ഒരു രാജ്യമാണ്. നമ്മൾ പുറത്തുനിന്ന് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്ത്, എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ 3-മത്തെയോ 4-മത്തെയോ റിഫൈനിങ് രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇവിടെ നിന്ന് ക്രൂഡ് വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ റിഫൈൻ ചെയ്ത് പെട്രോളും ഡീസലും മറ്റുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങളൊക്കെ ആക്കി യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും മറ്റേ ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്, പെട്രോളും ഡീസലും ഒക്കെ. അപ്പോൾ ഈ അത്തരത്തിൽ കയറ്റുമതി ചെയ്യുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും ടാക്സ് വർദ്ധിപ്പിക്കുക വഴി അത് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് കോസ്റ്റ്ലി ആയിട്ട് മാറും. അപ്പൊ അത്തരം രാജ്യങ്ങളുടെ മറ്റേ ഓർഡേഴ്സ്, നമ്മളുടെ രാജ്യത്തേക്കുള്ള ഓർഡേഴ്സ് കുറയും. അതുവഴി പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത നമ്മുടെ രാജ്യത്ത് കൂട്ടാനായിട്ട് സർക്കാരിന് സാധിക്കും. ഇപ്പൊ നമുക്കറിയാം, ഈ ഇറാൻ അമേരിക്ക വാർ വീണ്ടും അത് പ്രൊലോങ് ചെയ്ത് പോവുകയാണ്. അപ്പൊ ഈ ഹോർമൂസ് കടലെടുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഒരു സപ്ലൈ, ക്രൂഡ് ഓയിലിന്റെ ഒരു സപ്ലൈ ചെയിനിൽ കുറെ ഡിലേ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ബന്ധപ്പെടുത്തി ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ 2-മത്തെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. ഏറ്റവും വലിയ കൺസ്യൂമേഴ്സ് ആണ് ക്രൂഡ് ഓയിലിന്റെ. അപ്പൊ അതുവഴി നമ്മുടെ രാജ്യത്ത് പെട്രോളിയം പ്രോഡക്ട്സിന് ഒരു ഷോർട്ടേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത് മുന്നിൽ കണ്ടുകൊണ്ട്, അത്തരത്തിലുള്ള ഒരു ഷോർട്ടേജ് വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി ഇവിടെ നിന്നുള്ള എക്സ്പോർട്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും കുറയ്ക്കുകയും അതുവഴി നമ്മുടെ രാജ്യത്ത് അതിന്റെ സപ്ലൈ എൻഷുർ ചെയ്യുകയും ചെയ്ത നടപടിയാണ് കേന്ദ്രം ചെയ്തത്. അപ്പൊ അത് നാട്ടിലുള്ള ആൾക്കാരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യത്തക്ക രീതിയിൽ പോസ്റ്ററൊക്കെ ഉണ്ടാക്കി ഇറക്കി വെറുതെ കിട്ടുന്ന ലാഭം, രാഷ്ട്രീയ ലാഭം കൊയ്യാൻ നോക്കുന്ന ചീപ്പ് പൊളിറ്റിക്സ് ആണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കയറ്റുമതി എന്താ, ഇറക്കുമതി എന്താ, ആര് എന്ത് കയറ്റുമതി, വളരെ വിചിത്രമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പൊ എന്തായാലും വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ഡിസിഷനാണ്. അപ്പൊ ഈ കയറ്റുമതി തീരുവ വർദ്ധിപ്പിക്കുക വഴി നമ്മുടെ അവിടെ അവൈലബിലിറ്റി കൂട്ടുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. അതൊരു തരത്തിൽ നല്ലൊരു വിഷുക്കൈനീട്ടം തന്നെയാണ്. ആ സെൻസിലല്ല ദേശാഭിമാനിയും റിപ്പോർട്ടറൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എങ്കിലും. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ മാധ്യമങ്ങളെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാധ്യമങ്ങൾ അവരുടെ ഒരു ഓഡിയൻസിനെ ഹാപ്പി ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നതിന്റെ മത്സരത്തിലാണുള്ളത്. അപ്പോൾ സത്യം മാത്രം പറഞ്ഞ് ജീവിക്കേണ്ടവർ നുണ മാത്രം വിറ്റ് ജീവിക്കുന്നു എന്ന് പറയുന്ന മോഹൻലാലിന്റെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഇവന്മാരെയൊക്കെ ഏറെ വൈകാതെ ഇവരുടെയൊക്കെ മറ്റേ കട്ടയും പടവും മടക്കും ജനം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ ഇതൊരു പോസിറ്റീവ് നടപടിയാണ്. അതിനെ നെഗറ്റീവായിട്ട് കാണിക്കാൻ ശ്രമിച്ച ദേശാഭിമാനി നാണം കെട്ട് പുളിച്ച് നടക്കുകയാണെന്ന് അർത്ഥം. താങ്ക് യു.